നമസ്കാരം. ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ അഭിനയത്തെക്കുറിച്ചാണ്. ഇത് ഇടാനൊരു കാരണം, ഞാൻ ഫേസ്ബുക്കിൽ ഒരു AMA ആസ്ക് മീ എനിത്തിങ് പോസ്റ്റ് ഇട്ടായിരുന്നു. അതിലൊരാൾ ചോദിച്ചതാണ് ലോകത്തെ ഏറ്റവും ടോപ്പ് 5 ആക്ടേഴ്സ് ആരൊക്കെയാണെന്ന്. ഇതൊന്നും ഉത്തരം പറയാൻ എളുപ്പമുള്ള ഒരു വസ്തുതയല്ല, സംഗതിയല്ല. പിന്നെ 5 എന്തുകൊണ്ട് 5? എന്തുകൊണ്ട് 11 അല്ല, അല്ലെങ്കിൽ 25 അല്ല? പിന്നെ ടോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു പ്രയോഗമാണ്. ഒന്ന്, ഇത് ഏറ്റവും മികച്ചതെന്ന് നമ്മൾ കരുതുന്നതാണോ, അതോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണോ? അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അപ്പം മാത്രമല്ല, പിന്നെ ഇത് വേറെ ഒരു ഒബ്ജക്റ്റീവ് ലിസ്റ്റ് എന്തായാലും സാധ്യമല്ല. ഇതൊക്കെ ഇങ്ങനത്തെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം എന്തുകൊണ്ട് നമ്മൾ ചില ആക്ടേഴ്സിനെ മികച്ചതെന്ന് കരുതുന്നു, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നത് അത് ചില ക്രൈറ്റീരിയ വെച്ചിട്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു 6-7 ക്രൈറ്റീരിയ ഉണ്ട്. അത് ഒന്ന്, എൻ്റെ പേഴ്സണൽ ക്രൈറ്റീരിയയാണ്, ഓർഡറാണ് ഞാനിത് പറയുന്നത്. ഒന്ന് അപ്പിയറൻസ്, അല്ലെങ്കിൽ രൂപം, അല്ലെങ്കിൽ സ്ക്രീൻ പ്രസൻസ് എന്നൊക്കെ പറയുന്നത്. രണ്ടാമത്തത് കൺട്രോൾ, മൂന്നാമത്തത് ഇൻറ്റൻസിറ്റി, നാലാമത്തത് റേഞ്ച്, 5 ബിലീവബിലിറ്റി, 6 റിഥം, 7 മൊറാലിറ്റി. ഇങ്ങനെ 7 ഞാൻ കരുതുന്നത്. അപ്പോൾ ഇത് ഓരോ വ്യക്തി അനുസരിച്ച് ഇതിൽ ഏതിന് പ്രിഫറൻസ് കൊടുക്കുന്നു എന്നത് മാറ്റം വരും. ഇപ്പം എൻ്റെ ഒരു പ്രിഫറൻസ് ആണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പം ഫസ്റ്റ്, ഇപ്പം ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് ഇതിനെപ്പറ്റി പറയാം. അപ്പിയറൻസ് ആദ്യം, സ്ക്രീൻ പ്രസൻസ് എന്ന്. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് അമിതാഭ് ബച്ചൻ്റെ സ്ക്രീൻ പ്രസൻസ് ഇഷ്ടമാണ്. അതേസമയം മകൻ അഭിഷേക് ബച്ചൻ്റെ സ്ക്രീൻ പ്രസൻസ് എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. അഭിഷേക് ബച്ചൻ്റെ ഒരു സിനിമയും മറ്റോ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പം ഈ 2 പേരുടെ ഉദാഹരണം എടുത്തത്, അതായത് ഈ ആക്ടേഴ്സിൻ്റെ അവരുടെ റേസ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ തൊലിയുടെ നിറം എന്താണ്, അല്ലെങ്കിൽ അവരുടെ ജെൻഡർ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ന്യൂട്രൽ ആയിട്ടുള്ള 2 പേരെ സെലക്ട് ചെയ്തതേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ ഇതല്ല ക്രൈറ്റീരിയ. മറിച്ച് വാട്ട് ഐ ലൈക്ക് ടു സീ, ഹൂ ഐ ലൈക്ക് ടു സീ, ആൻഡ് പിന്നെ ഈ പെർഫോമൻസ് എന്നതുകൊണ്ട് ഞാൻ എന്തുദ്ദേശിക്കുന്നു, ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് കൺട്രോൾ എന്നതാണ്. കൺട്രോളിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻറ്റൻസിറ്റി. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഓസുവിൻ്റെ സിനിമകളിലെ സ്ഥിരം നടനായിരുന്ന ചിഷു റിയോ. ഈ ചിഷു റിയോനോട് എങ്ങനെ അഭിനയിക്കണം എന്നുള്ളത് ഓസു വിശദീകരിച്ചു കൊടുക്കും. അതായത് ഒരു സീനിലെ ഇമോഷൻ അല്ല പറയുന്നത്, മറിച്ച് ചിഷു റിയോ ചെയ്യേണ്ട ചില സ്റ്റെപ്പുണ്ട്. അതായത് ഇയാൾ ഭക്ഷണം കഴിക്കുമ്പം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ചിലപ്പോൾ അയാളുടെ മകളോ അങ്ങനെ വല്ലതും ആയിരിക്കും. മിക്കവാറും ഓസുവിൻ്റെ വിഷയങ്ങളൊക്കെ എപ്പോഴും മക്കളുടെ കല്യാണം, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ആയിരുന്നു. അപ്പം മകളിരുന്ന് മിക്കവാറും എന്തെങ്കിലും അച്ഛനോട് എന്തെങ്കിലും കാര്യം പറയും. അപ്പോൾ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ചിഷു റിയോ ഇരുന്നിട്ട് അതിനോട് റിയാക്ട് ചെയ്യേണ്ടതിൻ്റെ ഒരു ക്രമമുണ്ട്. അത് ഇയാൾ ആദ്യം ഭിത്തിയിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു പോയിന്റിലേക്ക് നോക്കുക, പിന്നെ ചോപ്പ് സ്റ്റിക്സിൻ്റെ അറ്റത്തിലേക്ക് നോക്കുക, അത് കഴിഞ്ഞിട്ട് ഭിത്തിയിലെ തന്നെ വേറൊരു പോയിന്റിലേക്ക് നോക്കുക. അപ്പം ഇങ്ങനെ ഈ 3 സ്പോട്ടിലേക്ക് നോക്കുമ്പം ഒരു ഭാവം രൂപപ്പെട്ടു വരും. ആ ഭാവം ചിഷു റിയോ അഭിനയിക്കേണ്ടതില്ല, മറിച്ച് ഈ ഭാവം രൂപപ്പെടും. അയാളുടെ അപ്പിയറൻസും അയാളുടെ ചലനങ്ങളും ചേർന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു മീനിങ് ആണ്. ആ മീനിങ് ആണ് ഓസുവിന് വേണ്ടത്. ഇപ്പൊ ചിഷു റിയോ അത്രയും കൺട്രോൾഡ് ആക്ടർ ആയതുകൊണ്ടാണ് എക്സാക്ട് അതുപോലെ അയാൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് ഈ ഒരു സംഭവം എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് നടന്മാർക്ക്. ഇതിൻ്റെ അങ്ങേ എക്സ്ട്രീമാണ്, അങ്ങേ എക്സ്ട്രീമല്ല, അതിൻ്റെ ഈ ഒരു കൺട്രോൾ എന്നുള്ളതിൻ്റെ വേറൊരു എക്സ്ട്രീമാണ് മറ്റേ റോബർട്ട് ബ്രസൻ്റെ ആക്ടേഴ്സ് ആസ് മോഡൽസ് എന്നുള്ള രീതിയിൽ. ഇപ്പം ആൾക്കാരെ കൊണ്ട് അഭിനയിപ്പിക്കില്ല, അവരുടെ ഭാവങ്ങൾ വേണ്ട, അവരുടെ രൂപവും പിന്നെ അവരുടെ ചലനങ്ങളും മതി ബ്രസന്. അപ്പം അങ്ങനെ ഒരു ധാരയുണ്ട് സിനിമയിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാണ്, ഒരു ക്വാളിറ്റിയാണ് ഈ കൺട്രോൾ എന്നത്. ഡേവിഡ് ഫിഞ്ചർ, പിന്നെ അടൂർ ഗോപാലകൃഷ്ണൻ, ഹിച്ച്കോക്ക്, ഇവരൊക്കെ ഇതുപോലത്തെ കൺട്രോൾഡ് പെർഫോമൻസ് എക്സ്ട്രാക്ട് ചെയ്യിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം ഡേവിഡ് ഫിഞ്ചറൊക്കെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. മൂന്നാമത്തത് ഇൻറ്റൻസിറ്റി. ഒരു ഉദാഹരണം പറയാം. ഹീറ്റ് എന്നുള്ള സിനിമയിൽ റോബർട്ട് ഡിനീറോ, അൽ പച്ചിനോ, ഇപ്പം ഇവർ രണ്ടുപേരും വന്ന് ഏതാണ്ട് ഈക്വൽ സ്റ്റാച്ചറുള്ള, ഒരേ കാലത്ത് തുടങ്ങിയ, വളരെ അക്ലൈംഡ് ആയിട്ടുള്ള 2 നടന്മാർ ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്നു. അപ്പം ഇതിൽ 2 പേരുടെ പെർഫോമൻസ് 2 ഡയറക്ഷനിലാണ്. ഡിനീറോ വല്ലാതെ കൺട്രോൾഡാണ്,
മുഖത്തിൻ്റെ ഒരു പകുതിയൊക്കെ വെച്ചിട്ട് അയാൾ അഭിനയിക്കുന്നുള്ളൂ. അയാളുടെ ബോഡി മൂവ്മെൻറ്റ്സും അയാളുടെ നടപ്പും ചലനവും കൊണ്ട് പുള്ളിയുടെ ക്യാരക്ടറൊക്കെ നമുക്ക് മനസ്സിലാവും. അതേസമയം അൽ പച്ചിനോ ബൊംബാസ്റ്റിക് പെർഫോമൻസ് ആണ്, ഭയങ്കര ലൗഡായിട്ട് ഉറക്ക വർത്താനം പറയും, എപ്പോഴും മൂവ് ചെയ്യും, പൊട്ടിത്തെറിക്കും, അങ്ങനത്തെ ഒരു ലൗഡ് ക്യാരക്ടറായിട്ടാണ്. ഇൻറ്റൻസിറ്റി ഉള്ള പെർഫോമൻസ് ആണ്. പുള്ളി കൊക്കൈനിലാണെന്നും പറയപ്പെടുന്ന ആ സമയത്ത്. അപ്പം ഇനോ അങ്ങനെയൊക്കെയാണ് പെർഫോമൻസ് രൂപപ്പെട്ട് വരുന്നത്. ഈ അൽ പച്ചിനോയുടെ ഭയങ്കര ഇൻറ്റൻസിറ്റി ഉള്ള പെർഫോമൻസ് ആണ് എല്ലാ സിനിമയിലും അതെ. അതേസമയം ഡിനീറോ കുറേയും കൂടെ കൺട്രോൾഡ് ആണ്. അപ്പൊ ഈ രണ്ടുപേരെയും കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ പ്രിഫറൻസ് കുറച്ചുകൂടെ ഡിനീറോയിലേക്കാണ്. കാരണം എനിക്ക് ഇൻറ്റൻസിറ്റിയെക്കാളും ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് പ്രിഫറൻസ് കൺട്രോളാണ്. അത് ഒരു ഇത്. പിന്നെ നാലാമത്തേത് റേഞ്ച്. അതായത് ഇത് രണ്ടും, ഇൻറ്റൻസിറ്റിയും കൺട്രോളും, ഇത് രണ്ടും ചെയ്യാനുള്ള ഒരു കഴിവാണ് റേഞ്ച് എന്ന് പറയുന്നത്. ചില ആക്ടേഴ്സിന് കൂടുതൽ റേഞ്ച് ഉണ്ടാകും. ഡാനിയൽ ഡേ ലൂയിസ് ഒരു ഉദാഹരണമാണ്. വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള പെർഫോമൻസ് ഏജ് ഓഫ് ഇന്നസെൻസിലൊക്കെ കാണിക്കുന്നുണ്ട്. അതേസമയം ഭയങ്കര ലൗഡായിട്ടുള്ള പെർഫോമൻസ് ഗാങ്സ് ഓഫ് ന്യൂയോർക്കിലുണ്ട്. പുള്ളിക്ക് ഏത് എക്സ്ട്രീമിലേക്കും പോകാൻ പറ്റും, ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. ഭയങ്കര റേഞ്ചും ഡെപ്തും ഇൻറ്റൻസിറ്റി ഉള്ള ഒരു നടനാണ് ഡാനിയൽ ഡേ ലൂയിസ്. ഇപ്പം ഇത് പിന്നെ ഞാനിത് കുറെ അധികം ആക്ടേഴ്സിന്റെ എൻ്റെ ഒരു തോന്നലുകൾ ഞാൻ പറയാം. അപ്പൊ അതിലേക്ക് വരുന്നതിന് മുമ്പ് പിന്നെ ബിലീവബിലിറ്റി, വിശ്വാസ്യത. ബെൻ കിങ്സ്ലി ഗാന്ധി ആകുമ്പം ആ വിശ്വാസ്യതയ്ക്ക് ഒരു പരിമിതിയുണ്ട്. തീർച്ചയായും ഗാന്ധിയെ പോലുള്ള ഒരു മനുഷ്യനല്ല ബെൻ കിങ്സ്ലി, വലിയൊരു ആചാരമാഹമാണ്, ഗാന്ധിയെക്കാളും പൊക്കമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ തീർച്ചയായിട്ടും രണ്ട് വർഗ്ഗക്കാരാണ്. വർഗം എന്ന് പറയുന്നതിന് വേറൊരു സോഷ്യൽ കൺസ്ട്രക്റ്റാണ്, അതിലേക്കൊന്നും പോകുന്നില്ല. രണ്ട് തൊലിനിറമുള്ള ആൾക്കാരാണ്. പിന്നെ രണ്ട് എത്നിസിറ്റി, രണ്ട് ടൈപ്പ് എനർജിയൊക്കെ ഉള്ള മനുഷ്യന്മാരൊക്കെ ആയിരുന്നിരിക്കും, നമുക്കറിയത്തില്ല. ഇപ്പൊ നമുക്ക് ഗാന്ധിയെ സംബന്ധിച്ച് നമുക്ക് പരിമിതമായ ഇൻഫർമേഷൻ ഉണ്ട്. ആ ഒരു കളക്റ്റീവ് ഇൻഫർമേഷനിലേക്കാണ് ബെൻ കിങ്സ്ലി സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് കുറച്ചെങ്കിലും വർക്ക് ചെയ്യിക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ആക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പം മമ്മൂട്ടി അംബേദ്കർ അഭിനയിക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ്. ഡാനിയൽ ഡേ ലൂയിസ് ലിങ്കണെ അഭിനയിക്കുമ്പോൾ ഇതുപോലാണ്. അവർ ഒരു കളക്റ്റീവ് മോഡൽ അവരുണ്ടാക്കാൻ നോക്കുവാണ്. ബിൽഡിങ് ദ ക്യാരക്ടർ. അതേസമയം എന്താണ്, മോഹൻലാൽ വേറൊരു ടൈപ്പ് ഓഫ് ബിലീവബിലിറ്റി ആണ്. മോഹൻലാല് എന്താണ്, ഒരു ചരിത്ര കഥാപുരുഷനായി അല്ല, നമുക്കത് ബിലീവബിലിറ്റി കുറവായിരിക്കും. അതേസമയം ആ കഥാപാത്രം അനുഭവിക്കുന്ന ഇമോഷൻ മോഹൻലാൽ ശരിക്കും അനുഭവിക്കുന്നുണ്ടെന്നും അത്ര എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്നും അതൊരു റെയർ ക്വാളിറ്റിയാണ്. അത് വേറൊരു ടൈപ്പ് ബിലീവബിലിറ്റിയാണ്. വേറൊന്ന് റിഥം എന്ന് പറഞ്ഞ താളാത്മകമായ മോഷൻ. അഭിനയം എന്ന് പറയുന്നത് ശരീര ചലനങ്ങളാണ്. ഈവൻ കണ്ണിന്റെ ഇമ വെട്ടുന്നതാണെങ്കിലും വലിയ നൃത്തങ്ങളോ അല്ലെങ്കിൽ സ്റ്റണ്ടോ ചാടി ചവിട്ടുന്നതൊക്കെയാണ്, ഇതെല്ലാം ശരീര ചലനങ്ങളാണ്. അപ്പം ഡാൻസ് ഒക്കെ ഒരു തരം ആക്ടിംഗ് ആണ്. അപ്പോൾ അതില് ഈ ചലനത്തിന്റെ ഒരു റിഥമുണ്ട്. ഇപ്പൊ ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഓൾറെഡി ബിൽഡ് ചെയ്ത ഒരു റിഥത്തിനനുസരിച്ച് ബോഡി മൂവ് ചെയ്യുന്നതാണ്. അതുപോലെ സ്റ്റണ്ടും കോറിയോഗ്രഫി അതുപോലെ തന്നെയാണ്, ഓൾറെഡി പ്ലാൻ ചെയ്തതിനനുസരിച്ച് മൂവ് ചെയ്യുന്നതാണ്. അതേസമയം വേറൊരു ടൈപ്പ് റിഥമുണ്ട്. എന്ന് വെച്ചാൽ ഒരു കഥാപാത്രം അയാൾ നടക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ കൂടി ഒരു റിഥം ബിൽഡ് ചെയ്യും, ക്രിയേറ്റിംഗ് എ റിഥം. അങ്ങനെ ചില ആക്ടേഴ്സ് ചെയ്യാറുണ്ട്. ഷോൺ പെന്നൊക്കെ മിൽക്കിലൊക്കെ അയാളുടെ ശരീര ചലനങ്ങൾക്കൊരു റിഥം ബിൽഡ് ചെയ്യുന്നുണ്ട്. മമ്മൂട്ടി അത് ചില സിനിമയിൽ ചെയ്യും. മറ്റേ വിധേയനിലും ഭ്രമയുഗത്തിലൊക്കെ വേറൊരു റിഥം, ഒരു ഇന്റേണൽ റിഥം ഉള്ളതുപോലെ എന്താണ് ചലിക്കാനറിയാം. അത് വേറൊരു റിഥമാണ്. ഇനി മൊറാലിറ്റി എന്ന് പറയുന്നത് അത് ഇത് ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു പേഴ്സണായും കൂടെയാണ്. അപ്പം ആവശ്യമാണെങ്കിലും അല്ലെങ്കിലും ഈ പേഴ്സണ എന്നത് ഇവരെ കുറിച്ചുള്ള നമ്മുടെ പെർസെപ്ഷനിലേക്ക് കയറി വരും. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കണ്ടിരിക്കാൻ നമുക്ക് പ്രയാസമായിരിക്കുമല്ലോ. അപ്പം അത് പല കാരണം കൊണ്ട് ഈ ഇഷ്ടക്കുറവുകൾ വരാം. അവിടെയാണ് ഈ മൊറാലിറ്റിക്ക് വരുന്നത്. മൊറാലിറ്റി എന്നെ സംബന്ധിച്ച് ഭയങ്കര ലോ പ്രയോറിറ്റി സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് നടന്മാർക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങളും അങ്ങനത്തെ വിഷയങ്ങളൊന്നും അവരോടുള്ള എൻ്റെ ഇഷ്ടത്തെ ബാധിക്കാറില്ല. ദാറ്റ്സ് ജസ്റ്റ് മീ. അത് അപൂർവം ചില അവസരങ്ങളിൽ
ചിലരുടെ സിനിമകൾ കാണുന്നത് ചിലപ്പോൾ കുറയാം, ഫ്രീക്വൻസി കുറയാം. അതിൽ ചിലപ്പോൾ ഇൻവോളണ്ടറി ആയിട്ട് ചിലപ്പോൾ ഇങ്ങനത്തെ ഫാക്ടേഴ്സ് പ്ലേ ചെയ്യുന്നുണ്ടാവും, നമുക്കറിയത്തില്ല. ഇത് ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ആക്ടേഴ്സിനെ ജനറലായിട്ട് എടുത്തിട്ട് ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട്, അപ്പം ഇത് റാൻഡമായിട്ട് കുറേ നടന്മാരുടെ പേര് ഞാൻ എടുത്തതാണ്. ഇപ്പൊ ഇതിൽ എൻ്റെ ഒരു ലോഗോ ഇതിൽ കാണാം, അതിൽ ഞാൻ നടനല്ല, ഞാനിവിടെ മൂലയ്ക്ക് മാറിയിരിക്കാം. എന്നിട്ട് ഇത്രയും പേര്, എന്തുകൊണ്ട് ഇത്രയും പേര് എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഇതാകെ ഇറ്റ്സ് എ വെരി സബ്ജക്റ്റീവ് തിങ്. അപ്പൊ ആദ്യം ഡാനിയൽ ഡേ ലൂയിസ് മോസ്കാറും കിട്ടിയിട്ടുണ്ട്. ആൾക്കാർക്ക് കിട്ടുന്ന അവാർഡിലൊന്നും കാര്യമൊന്നുമില്ല, അതിലൊന്നും ഞാനൊരു മീനിങ് കാണുന്നില്ല. അവാർഡ് എന്നൊക്കെ പറഞ്ഞപ്പോഴും ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ തീരുമാനിക്കുന്നതിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് സ്ക്യൂഡായിരിക്കും. ഇപ്പം അലൈൻ ഡെലോണൊക്കെ എന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അവാർഡല്ല വിഷയം, മറിച്ച് ഹൗ ഐ വ്യൂ ദം എന്നുള്ളതാണ്. ഡേ ലൂയിസ്, ഹീസ് പ്ലീസിങ് ഫസ്റ്റ് ഓഫ് ഓൾ, അത് വലിയൊരു ക്വാളിറ്റിയാണ്. പിന്നെ ഇതുപോലെ കൺട്രോളും ഇൻറ്റൻസിറ്റി ഉള്ള, റേഞ്ച് ഉള്ള നടനാണ്. അതുപോലെ ഇത്രയും കാര്യങ്ങൾ വന്നാൽ എൻ്റെ ഒരു ബേസിക് ക്രൈറ്റീരിയ ഫില്ലായി. അപ്പൊ അങ്ങനെയാണ് ഡേ ലൂയിസ് ഈസിലി ഈ ഇഷ്ടത്തിന്റെ ടോപ്പിലേക്ക് വരുന്നത്. മർലൻ ബ്രാൻഡോ ഇതേപോലെ കൺട്രോളും ഇന്റൻസിറ്റി ഉള്ള, റേഞ്ച് ഉള്ള നടനായിരുന്നു, അപാര ലുക്കായിരുന്നു. പിന്നെ ഇതിൽ ചിലർക്ക് ഈ മൊറാലിറ്റി നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് പോലെ ചിലരുടെ പൊളിറ്റിക്സ് പോസിറ്റീവായിട്ടും ബാധിക്കും നമ്മളെ. ഇപ്പം എനിക്ക് തോന്നുന്നു ഇയാളുടെ പൊളിറ്റിക്സ് കുറച്ചുകൂടെയൊക്കെ ഒരു ഞാൻ ഗ്രാവിറ്റേറ്റ് ചെയ്യുന്ന ആ ഒരു സ്പെക്ട്രത്തിലേക്കുള്ള ഒരാളായിരുന്നു മർലൻ ബ്രാൻഡോയും. അപ്പൊ അങ്ങനെ ഒരു ഫാക്ട് അതിൽ അതുണ്ടായിരുന്നു എന്നൊരു ഫാക്റ്റ് ആണെന്നല്ലാതെ അതെൻ്റെ ഇഷ്ടത്തെ ബാധിക്കുന്നില്ല. അഗൈൻ ഇതുപോലെ ലുക്ക് കൊണ്ടും പിന്നെ റേഞ്ച് കൊണ്ടും ഇന്റൻസിറ്റി കൊണ്ടും കൺട്രോളും, ഇതെല്ലാം ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ടോപ്പിൽ നിൽക്കുന്ന ഒരാളായിരുന്നു മർലൻ ബ്രാൻഡോ. തൊഷിറോ മെഫ്യൂവിന് ഇന്റൻസ് ആയിട്ടുള്ള പെർഫോമൻസുകളുണ്ട്, കൺട്രോൾഡ് ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ട്, ഭയങ്കര റേഞ്ച് ഉള്ള നടനാണ്, അപാര ലുക്കുമാണ്. ഹീസ് ദെയർ. ടോണി ലെങ് ചൂവായി, ഹോങ്കോങ് നടനാണ്. എനിക്ക് ഹി ഡോണ്ട് ഹാവ് ടു പെർഫോം, പുള്ളിയുടെ ലുക്ക് മാത്രം മതി എനിക്ക്. അത്രയും ഗുഡ് ലുക്കിംഗ് ആണ്. പിന്നെ ഭയങ്കര ഒരു പാത്തോസ് ഉള്ള ഒരു മുഖമാണ്. അതേസമയം റേഞ്ച് എന്ന് പറയാനില്ല, പുള്ളി ഭയങ്കര സബ്ഡ്യൂഡ് പെർഫോമൻസിന്റെ ഒരാളാണ്. അത്ര റേഞ്ച് ഉള്ള ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് ദാറ്റ് ഡസന്റ് മാറ്റർ. നമ്മുടെ ഒരു ഇഷ്ടം എന്ന് പറയുമ്പം ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി ലോജിക്കൽ. അതിന് നമ്മളിങ്ങനെ ഒരു ലോജിക്ക് ബിൽഡ് ചെയ്യാൻ നോക്കുന്നതേ ഉള്ളൂ. ഇപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ 7 ക്രൈറ്റീരിയ ലിസ്റ്റ് ചെയ്ത് ഓരോരുത്തർക്കും ഇങ്ങനെ പോയിന്റ് ഒക്കെ കൊടുത്തിട്ട് ഇത് ആഡപ്പ് ചെയ്ത് അങ്ങനെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനിൽ എത്താൻ നോക്കാത്ത. ഇറ്റ്സ് നോട്ട് സബ്ജക്റ്റീവ്. അതുകൊണ്ട് നാളെയാണ് ഞാനിത് ചെയ്യുന്നതെങ്കിൽ വേറൊരു ലിസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടായി വരിക. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ. ചിഷൂറിയോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒസുവിൻ്റെ സിനിമകളിലുണ്ടായിരുന്ന സ്ഥിരം നായകൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ള ഒരാൾ, ഒരു ഇന്റേണൽ റിതം ഉള്ള മനുഷ്യനാണ്, ഭയങ്കര കൺട്രോൾഡ് ആണ്. ചിഷൂറിയോ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട നടനാണ്. ഹൂലിയറ്റ് ബിനോഷെ, ഫ്രഞ്ച് നടി, ഭയങ്കര റേഞ്ച് ഉള്ള നടിയാണ്, അതേപോലെ ഭയങ്കര ഭംഗിയാണ് ഹൂലിയറ്റ് ബിനോഷെ. ബ്രാഡ് പിറ്റ് അത്ര റേഞ്ച് ഉള്ള നടനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷെ ലുക്ക് മാത്രം മതി പുള്ളിക്ക്. ലുക്കും ഉണ്ട്, റിതവും ഉണ്ട്. ഹിസ് വെരി പ്ലീസിങ് ടു ദ ഐ. അപ്പോൾ അന്നേരം ചോദിക്കും ജോർജ് ക്ലൂണിയുണ്ട്. തീർച്ചയായിട്ടും ജോർജ് ക്ലൂണി ഉണ്ട്. പിന്നെ എല്ലാവരെയും ഇതിൽ വെക്കാൻ പറ്റുന്നില്ല. ഐ എം ജസ്റ്റ് സെലക്ടിങ് വൺ, ഒരു ഉദാഹരണം എന്നുള്ള രീതിയിൽ. അതിപ്പോൾ എന്താണ്, മാറ്റ് ഡാമണും ബെൻ അഫ്ലെക്കും ഉണ്ട്. രണ്ടുപേരും പ്ലീസിങ് ടു ദ ഐസ് ആണ്, ഈക്വൽ സ്റ്റാച്ചറുള്ള നടന്മാരാണ് അവരൊക്കെ. ഷോൺ പെൻ ഈസ് എക്സെപ്ഷണൽ ഇൻ ടേംസ് ഓഫ് കൺട്രോൾ ആൻഡ് ഇന്റൻസിറ്റി. ഷോൺ പെൻ അത്രയും പ്ലീസിങ് ടു ദ ഐ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ പുള്ളിയുടെ ഒരു റേഞ്ച് കൊണ്ട് ഈ പ്ലീസിങ് അല്ലെങ്കിൽ ലുക്ക് എന്നുള്ളത് എപ്പോഴും സബ്ജക്റ്റീവ് ആണല്ലോ. അപ്പം പക്ഷെ പുള്ളിയുടെ പെർഫോമൻസ് റേഞ്ച് കൊണ്ട് ഈ ഷോൺ പെൻ എന്താണ് ആ ലിസ്റ്റിന്റെ ടോപ്പിലേക്ക് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഡിനീറോ, റോബർട്ട് ഡിനീറോ ഒന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലുക്കാണ്. പുള്ളിയുടെ സുന്ദരനാണ്. അതേപോലെ പുള്ളിയുടെ പല ഫീച്ചേഴ്സും എനിക്ക് ഇഷ്ടമാണ്. ഈ നെറ്റിയിലെ ചുളിവൊക്കെ ഉള്ള അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫീച്ചേഴ്സാണ്. ഇറ്റ്സ് ഓൾ വെരി സബ്ജക്റ്റീവ്. പുള്ളിയുടെ പെർഫോമൻസും അതുപോലെ കൺട്രോൾഡ് ആൻഡ് ഇന്റൻസിറ്റി ഉള്ള രണ്ട് പെർഫോമൻസും പുള്ളിക്ക് പറ്റും. എന്നാൽ ഹീസ് മോർ ടു കൺട്രോൾ സൈഡ്. മമ്മൂട്ടി അസാധ്യ കൺട്രോൾ ഉള്ള നടനാണ്. അതേസമയം ഇന്റൻസിറ്റിയുള്ള കഥാപാത്രങ്ങൾ ചെയ്യും. ഭയങ്കര പ്രോളിഫിക്കാണ് ബാക്കിയുള്ള ആക്ടേഴ്സിനൊക്കെ വെച്ച് നോക്കിയാൽ. ഡിനീറോ ചിലപ്പോൾ ഒരു 60 സിനിമയിൽ അഭിനയിച്ചു, മേ ബി 80 ഉണ്ടാവാൻ സാധ്യതയില്ല. മമ്മൂട്ടി ആ സമയം 400-ലധികം സിനിമയിൽ അഭിനയിച്ചു. ലോട്ട് മോർ മെറ്റീരിയൽ അവൈലബിൾ. അപ്പം അതിനനുസരിച്ച് റേഞ്ച് കൂടും. അതുപോലെ പ്ലീസിങ് ടു ദ ഐ ആണ്. പിന്നെ കൺട്രോളും റേഞ്ചും ഉണ്ട്. അങ്ങനെ എനിക്ക് ആവർത്തിച്ച് കാണാൻ തോന്നിക്കുന്ന ഒരു നടനാണ് മമ്മൂട്ടി. അലൈൻ ഡെലോൺ, ഫ്രഞ്ച്, ഇപ്പൊ പ്രായമായി, എനിക്ക് 90-ലധികം വയസ്സായി. പക്ഷെ അപാര ലുക്കുമാണ്. പെർഫോമൻസ് ഭയങ്കര സബ്ഡ്യൂഡ് പെർഫോമൻസ് ആണ്. നമുക്ക് ഇമോഷൻസ് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്ന പെർഫോമൻസ് അല്ല, മറിച്ച് പുള്ളി എന്താണ് ചലനം കൊണ്ട് അഭിനയിക്കുന്ന ആളാണ്. ഷാർലറ്റ് റാംപ്ലിങ്, ഫ്രഞ്ച് നടി, അസാധ്യ റേഞ്ചുള്ള ആള്. അസാധ്യ റേഞ്ചുമാണ്, ഇന്റൻസിറ്റി ഉണ്ട്. ലീന വെഞ്ചൂറ അധികം ഇന്റൻസിറ്റി ഒന്നും ഇല്ല ഉള്ള നടനല്ല. പക്ഷെ പുള്ളി അഭിനയിക്കുന്ന ടൈപ്പ് ജോണർ എനിക്ക് ഇഷ്ടമാണ്. പുള്ളി എപ്പോഴും ഈ ക്രൈം, നുവാർ അങ്ങനത്തെ സിനിമകളിലായിരുന്നു. അഗൈൻ ഇപ്പം ഈ ഒരു ലിസ്റ്റ് നോക്കിയാൽ തന്നെ അറിയാം, ഇതില് കോമഡി പെർഫോമൻസുകൾ നടത്തുന്ന അധികം പേരില്ല, മ്യൂസിക്കൽ പെർഫോമൻസുകൾ നടത്തുന്ന അധികം പേരില്ലെന്നൊക്കെ കാണാം. അത് എൻ്റെ ഒരു ടേസ്റ്റ് പ്രിഫറൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതിലുള്ള എല്ലാവരും ഒന്നുകിൽ ക്ലാസിക് സിനിമകളിൽ, അല്ലെങ്കിൽ ഭയങ്കര അക്ലൈംഡ് ആയിട്ടുള്ള സിനിമകളിൽ, അല്ലെങ്കിൽ ഡ്രാമ, അല്ലെ ക്രൈം, അല്ലെ ത്രില്ലർ, അങ്ങനത്തെ സിനിമകളിൽ അഭിനയിച്ചിരുന്ന ആളുകളാണ് ഇതിൽ കാണുന്നതൊക്കെ. അത് എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് ഇതിലൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നത്. ലീന വെഞ്ചുറ അതുപോലെ ഒരു നടനാണ്. ഒത്തിരി റേഞ്ച് ഒന്നുമില്ല, ബട്ട് ഭയങ്കര കരിസ്മയാണ്, ഭയങ്കര ലുക്കാണ്. കരിസ്മ എന്ന് വെച്ചാൽ എഗൈൻ സബ്ജക്റ്റീവ്. ഇപ്പം ലീന വെഞ്ചുറ വേറൊരാൾക്ക് അത്രയും കരിസ്മാറ്റിക് ആയിക്കൊള്ളണമെന്നില്ല. ഡെൻസൽ വാഷിങ്ടൺ അപാര പെർഫോമൻസ് ആണ്. ഒരു ഇന്റലിജന്റ് ആക്ടറാണ്. അത് വെച്ചാൽ മൂവ്മെന്റ് പുള്ളിക്ക് കോറിയോഗ്രാഫി ചെയ്യാൻ അറിയാം. അതുകൊണ്ടാണ് പുള്ളി ആക്ഷൻ സിനിമകളിലും അതേസമയം ഭയങ്കര ഈ ഡ്രാമ ആവശ്യമുള്ള ഇമോഷണൽ ചേഞ്ചസ് ആവശ്യമുള്ള സിനിമകളിലൊക്കെ പുള്ളി ഒരേപോലെ നന്നാകുന്നത്. അപാര കരിസ്മയാണ്. ജീൻ കാവിൻ എഗെയിൻ പണ്ടത്തെ നടനാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ടൈപ്പ് ഓഫ് ആക്ടിങ് വ്യത്യാസമായിരുന്നു. ഈ മെത്തേഡൊക്കെ വരുന്നതിന് മുമ്പേ ഉള്ള നടനാണ്. അപ്പോൾ അത് പക്ഷെ പുള്ളിയുടെ ലുക്കും പുള്ളി അഭിനയിച്ചിരുന്ന ജോണറും ക്ലിന്റ് ഈസ്റ്റ്വുഡ് നടൻ എന്നതിനേക്കാളും ഇറ്റ്സ് എ ബിഗർ സിനിമാറ്റിക് പേഴ്സണാലിറ്റി. പുള്ളി ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സിനിമകൾ ഈ 90 വർഷം, അതിൽ ഏതാണ്ട് 60ഓളം വർഷത്തെ നീണ്ട കരിയർ, ഹിസ് എ ലെജൻഡ്. അതേസമയം പുള്ളിയുടെ ആക്ടിങ് നടൻ എന്ന രീതിയിൽ പുള്ളിനെ കണ്ടിരിക്കാൻ ഒരു രസമുണ്ട് എപ്പോഴും. അതെ, ഈവൻ പുള്ളിക്ക് പ്രായമായി കഴിഞ്ഞുള്ള ആ മ്യൂൾ മൂവി, അതിലൊക്കെ പോലും ഹീസ് വെരി എൻഗേജിങ്. ചിലര് റൺ ഔട്ട് ഓഫ് കരിസ്മ എന്ന് വേണേൽ പറയാം. ഈ അലൈൻ ഡെലോൺ ചെറുപ്പത്തിലുള്ള പടമാണിത്. അയാൾ പ്രായമായി കഴിഞ്ഞപ്പോൾ ആ കരിസ്മ കുറച്ചൊക്കെ നഷ്ടപ്പെട്ടു. അതുപോലെയാണ് അലൈൻ ഡെലോണിന്റെ കൂടെ ഉണ്ടായിരുന്ന ജീൻ പോൾ ബെൽമോണ്ടോ, ഫ്രഞ്ച് നടനായിരുന്നു. അപാര കരിസ്മയായിരുന്നു ഒരു കാലത്ത്. പ്രായമായി കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും ആ ഒരു കരിസ്മ അവർക്ക് നിലനിർത്താൻ പറ്റിയില്ല. ചിഷൂറിയു അധികം പ്രായമുള്ള സമയത്തല്ല ഈ പെർഫോമൻസ് വരുന്നത്. ശരിക്കും അത് ഇച്ചിരി പുള്ളി എപ്പോഴും ഒരു 20 വയസ്സ് അധികമുള്ള ആൾക്കാരെയാണ് അഭിനയിച്ചിരുന്നത്. ഡിനീറോ ഇത് കുറച്ചുകൂടി യങ്ങർ ഏജ് ആണ്. പ്രായമായി കഴിഞ്ഞപ്പം ആ ഒരു പുള്ളിയുടെ ഒരു കരിസ്മയിലും മൂവ്മെന്റിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇറ്റ് ഹാപ്പൻസ് വിത്ത് ആക്ടേഴ്സ്. വിയോല ഡേവിസ് ഇതുപോലെ അപാര ഇന്റൻസിറ്റി ഉള്ളൊരു ആക്ട്രസ് ആണ്. അപാര ഇന്റൻസിറ്റി, ഹിസ് വെരി എൻഗേജിങ് ടു ലുക്ക് അറ്റ്, എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗ് ടു ലുക്ക് അറ്റ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് വിയോല ഡേവിസ്. ഭയങ്കര കൺട്രോൾഡ് ആണ്, ഭയങ്കര ഇന്റൻസീവ്, അപാര റേഞ്ചുള്ള നടി. അന്നേരം വേറെ ചോദിക്കുന്ന ഹെലൻ മിറൻ ഉണ്ട്, ഗ്ലെൻ ക്ലോസ് ഉണ്ട്. ഇവരെ കുറിച്ചൊന്നും പറയാതെ സോ മെനി പീപ്പിൾ. ഇതിലില്ലാത്ത എത്രയോ ആൾക്കാർ. ആന്റണി ക്വിൻ ഭയങ്കര ലുക്കും ഇതുപോലെ, ലോറൻസ് ഫിഷ്ബേൺ, ജെറമി അയൺസ്, വില്യം ഡിഫ്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇവരെല്ലാവരും ഒന്നും എനിക്ക് ഇടാൻ പറ്റുന്നില്ല ഇതിലേക്ക്. ജെയ്മി ഫോക്സ്
ജെയ്മി ഫോക്സിന്റെ റേ ഓസ്കാർ കിട്ടിയ പടമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അപാര പെർഫോമൻസ് ആണ്, ശരി. ബട്ട് ജെയ്മി ഫോക്സ് അഭിനയിക്കേണ്ട കാര്യമില്ല. പുള്ളി അവിടെ വെറുതെ നിന്നാൽ മതി, ആ ലുക്ക് മാത്രം മതി, ആ സ്റ്റൈല് പുള്ളി മൂവ് ചെയ്യുന്നതിൻ്റെ ഒരു റിതം, ദാറ്റ്സ് എ കരിസ്മ എന്ന് നമ്മൾ പറയുന്നത്. അതിലാണ് ചിഷൂറിയോ റിപ്പീറ്റ് ചെയ്തു. ജീൻ പോൾ വെൽമോണ്ട്, എനിക്ക് ഇതിലുള്ള എല്ലാവരെയും പറ്റിയും പറഞ്ഞെന്ന് തോന്നുന്നു. പറഞ്ഞു വന്ന ഇതാണ്, ഇതിൽ പറയാത്ത ഒരുപാട് ആക്ടേഴ്സ് വേറെ ഉണ്ട്. എല്ലാവരെയും കുറിച്ചൊന്നും പറയാൻ കഴിയില്ല. ഇതിൻ്റെ അകത്തുനിന്ന് 5 പേരെ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. ഇതിൽ ആര് ഒഴിവാക്കും എന്നുള്ളതാണ് എനിക്ക്. തീർച്ചയായും ഡാനിയൽ ഡേ ലൂയിസിനെ ഒഴിവാക്കാൻ പറ്റില്ല. ഇതിൽ പറയാത്ത വേറെ ആൾക്കാരുണ്ട്. ക്ലൗസ് കിൻസ്കി അസാധി ഇന്റൻസിറ്റി ഉള്ള നടനായിരുന്നു. അതേസമയം പുള്ളിയെ പറ്റി മോറലായിട്ട് ഭയങ്കര മോശം അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പുള്ളിക്ക് അധികം വർക്ക് ഔട്ട്പുട്ട് ഇല്ല, വർക്ക് ചെയ്യാൻ പ്രയാസമുള്ള മനുഷ്യനായിരുന്നു, കൂടെ വർക്ക് ചെയ്യാൻ പ്രയാസമുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അധികം പടങ്ങളില്ല, ഉള്ള പടങ്ങളിൽ തന്നെ കുറച്ച് ചെറിയ റോളൊക്കെയാണ്. അപ്പം അങ്ങനെ ആളുകളുടെ ക്യാരക്ടർ, അഭിനയിക്കുന്ന നടന്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടർ ഇവരുടെ ഒരു പേഴ്സണലിനെ സ്വാധീനിക്കുന്നതാണേ. അപ്പം ക്ലൗസ് കിൻസ്കിയുടെ പേഴ്സൺ ഭയങ്കര ലിമിറ്റഡ് ആയതൊരു ഒരു പ്രശ്നം അയാളുടെ ക്യാരക്ടറും കൂടാണ്. ഇതിൽ ആരെയൊക്കെ ഒഴിവാക്കും, തുഷീറോ പിന്നെ ഒഴിവാക്കാൻ പറ്റില്ല, ഹുലൈബിൻ, പക്ഷേ ടോണി ലങ്, മമ്മൂട്ടി, വിയറ ഡേവിസ്, ഇവരിൽ ആരും ഒഴിവാക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. അതുപോലെയാണ് ഇത് വേറൊരാൾ ഉണ്ടാക്കുന്ന ഈ ലിസ്റ്റ് ഉണ്ടാക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ലിസ്റ്റ് മാറും. അതായത് ഈ ബിലീവബിലിറ്റി, റിഥം, അല്ലെങ്കിൽ മൊറാലിറ്റി, ഇതൊക്കെ വിഷയമാക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റ് തീർച്ചയായിട്ടും വേറൊന്നായിരിക്കും. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.